റിയാസ് ഖാന്റെ രംഗം തിയേറ്ററിൽ നിന്ന് ഒഴിവാക്കിയതായി ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു, റിയാസ് ഖാൻ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ നിർമ്മാതാവും വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ആ രംഗം അങ്ങ് പുറത്തിറക്കി. പുറത്തിറക്കിയതിനു ശേഷം ആളുകൾ എല്ലാവരും കൂടെ ട്രോളോട് ട്രോള്. ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യാത്തത് നന്നായി, ഈ സീൻ ഒഴിവാക്കിയ എഡിറ്റർക്ക് കയ്യടി, അങ്ങനെ തുടങ്ങി ട്രോൾ പൂരമാണ് മാർക്കോ നേരിടുന്നത്. മാർക്കോയ്ക്ക് വലിയ കയ്യടികൾ കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ തന്നെ വലിയ ജനപ്രവാഹമായിരുന്നു. എ സർട്ടിഫിക്കറ്റ് സിനിമയായിട്ട് കൂടി ആളുകൾ തിയേറ്ററിലേക്ക് വരികയും 100 കോടിയിലധികം രൂപ കളക്ട് ചെയ്തു എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. അങ്ങനെ ഒരു പോസ്റ്ററൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നതാണ്. എന്റെ ഇത്രയും കാലത്തെ ജീവിതാനുഭവത്തിന്റെ വീക്ഷണകോണത്തിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷേ ഈ ഒരു രംഗം പുറത്തുവിട്ടതോടുകൂടി തന്നെ ട്രോളിൽ എയറിൽ ആണ് മാർക്കോ, ഉണ്ണി മുകുന്ദൻ, റിയാസ് ഖാൻ. എന്റെ എല്ലാ മാനവും പോയി. ഈ പോസ്റ്റ് കണ്ടപാടെ എല്ലാവരും യൂട്യൂബിലേക്ക് പോയി എന്താണ് റിയാസ് ഖാൻ ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ നിർത്താതെ ചിരിയാണ്. പക്ഷെ സംഭവം സീൻ സീരിയസ് ആണ്. ഉണ്ണി മുകുന്ദൻ സ്കൂട്ടർ ഓടിച്ച് നായികയെ കാണാൻ എത്തുന്നു. നായികയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു അപമാനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടുത്തെ സബ് ഇൻസ്പെക്ടറായിട്ടാണ് റിയാസ് ഖാൻ എത്തുന്നത്. പിന്നെ നടക്കുന്നത് കോമഡിയാണ്. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ ഇനി ചന്തി തൊട്ടതും പിടിച്ചാണ് പ്രശ്നമെങ്കിലേ മോളെ എന്നാ എന്റെ വിളിച്ചോ. എന്താ ഇന്നാ പിടിക്കണോ? നിനക്ക് നാണല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എന്താ ഇന്നാ പിടിക്കണോ? മാർക്കോ എന്ന ചിത്രത്തിൽ ഈ സീൻ വന്നിരുന്നെങ്കിൽ അത് സിനിമയെ തന്നെ പ്രതികൂലമായി ബാധിച്ചേനെ എന്ന് ഒരു വിഭാഗം പറയുകയാണ്. യൂട്യൂബ് കമന്റ് സെക്ഷൻ മുഴുവൻ ആ വീഡിയോയ്ക്ക് കമന്റിൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാചകം, രംഗം നല്ലതാ, അത് നീക്കിയത് അതിലും നന്നായി എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല മാർക്കോ എന്ന ചിത്രം തന്നതിനേക്കാൾ ഉപരി ഈ രംഗം ആ സിനിമയിൽ നിന്ന് തന്നെ മാറ്റിയതിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി എന്നൊക്കെ തരത്തിലുള്ള ട്രോളുകളാണ് ഈ സീനിന് നേരെ ഉയരുന്നത്. ഈ രംഗം ഒരു കോമഡി പീസായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി മാറുകയാണ്. പക്ഷേ ഒരു കാര്യം കേട്ടോ, നമ്മൾ ഇനി കാണും. എന്റെ പൊന്നു ചങ്ങാതി, വല്ലപ്പോഴും ഞാനൊരു സിനിമ കാണുന്നതാ, അതില്ലാതാക്കല്ലേ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.